കേരളത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരോടാൻ കാരണമായ സംഭവം. നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടി വന്നവർക്ക് പറയാനുണ്ടായിരുന്ന ഒരു സംഭവം. പരന്നെങ്കിലും അധിക നേരമായിട്ടില്ല. പക്ഷേ ചിതറ ജംഗ്ഷൻ പതിവിലും നേരത്തെ വിജനമായി തീർന്നിരുന്നു. കൂപ്പിൽ നിന്നുള്ള ജോലി കഴിഞ്ഞ് മുരളി വീട്ടിലേക്കുള്ള വരവിലായിരുന്നു. നീട്ടിപ്പിടിച്ച ചൂട്ടുവെളിച്ചത്തിൽ അയാളുടെ നർത്തത്തിനൊപ്പം മറ്റാരൊക്കെയോ പിന്നിൽ നിന്നും ചേരുന്നത് കണ്ട അയാൾ അമ്പരന്നു. ആ നടവഴിയുടെ അവസാനം മുരളിയുടെ വീട് മാത്രമാണുള്ളത്. അപ്പോൾ തനിക്ക് പിന്നിലുള്ളവർ തന്നെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് അയാൾ ഉറപ്പിച്ചു. നടത്തു നിർത്തി തനിക്ക് ചുറ്റും നിരനിന്ന അവരോടായി കഴിവതും ഉയർത്തിപ്പിടിച്ച കത്തിച്ച ചൂട്ടിന്റെ വെളിച്ചത്തിൽ അയാൾ ആരോടൊക്കെയോ ചോദിച്ചു, ആരാണ്, എന്തു വേണം? എന്നാൽ മറുപടി കൊടുക്കുവാൻ തയ്യാറാകാതെ മുരളിയുടെ കയ്യിലിരുന്ന തീപ്പന്തം പിടിച്ചു വേടിച്ച് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് അയാളെ കുറെ പേർ ചേർന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഇടത്തെ കയ്യിലിരുന്ന പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ സഞ്ചിയും കയ്യിൽ നിന്നും അയാൾക്ക് നഷ്ടമായി. പോലീസുകാരാണ് തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. എങ്കിലും എന്തിനാണ് അവർ കൊണ്ടുപോകുന്നതെന്നറിയാതെ അയാൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അതേ രാത്രിയിലായിരുന്നു പത്തനാപുരത്തു നിന്നും രാഘവൻ ഭാര്യ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഭാര്യ വീട്ടുകാർ അയാളെ കണ്ട മാത്രയിൽ എത്രയും പെട്ടെന്ന് തിരികെ പോകുവാൻ അഭ്യർത്ഥിച്ചു. മാത്രമല്ല അയാൾ ഇട്ടിരുന്ന വെള്ള ഷർട്ടും മുണ്ടും അവരെ ഭയപ്പെടുത്തി. കാരണം അതൊരു പാർട്ടി പ്രവർത്തകന്റെ വേഷമാണല്ലോ. ആ രാത്രിയിൽ തന്നെ അയാൾ പ്രധാന റോഡിൽ കയറാതെ ഇടവഴികളിലൂടെ ചിതറയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. ആ സമയം അയാൾ കണ്ടിരുന്നു പല വഴികളിലും വീടുകളിൽ വെളിച്ചം പോലുമില്ല. എല്ലാ വഴികളിലും വല്ലാത്തൊരു വിജനത. അയാളുടെ ഉള്ളിലെ ഭയം പതിയെ പതിയെ കൂടിക്കൂടി വരുമ്പോൾ എവിടെയോ നായ്ക്കളുടെ ഓരയിടലുകൾ. ആ ശബ്ദങ്ങൾക്കിടയിൽ ഒരു ഇരമ്പൽ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു. അതൊരു ജീപ്പിന്റേതാണ്, പോലീസ് ജീപ്പിന്റേത്. വീടിനുള്ളിൽ ചിമ്മിനി വിളക്കുമായി സരസ്വതി അമ്മ അല്പം മുൻപ് മൂത്രമൊഴിക്കാനായി മുറ്റത്തേക്കിറങ്ങിയ തന്റെ വയ്യാത്ത മകനെ ആദ്യം ചിമ്മിനി വെളിച്ചത്തിൽ പരതിയെങ്കിലും കാണാത്തതിനാൽ അവർ പതിയെ മോനെ എന്ന് വിളിച്ചു തുടങ്ങി. ആ വിളിയിലും ഇരുട്ടിൽ നിന്നും ഒരു പ്രതികരണവുമില്ലെന്നറിഞ്ഞപ്പോൾ അവരുടെ നെഞ്ചെന്ന് കാളി, കൈ വിറച്ചു. ആ സമയം തന്നെ താഴെ ഇടവഴിയിൽ ഒരു ജീപ്പ് ഇരമ്പുന്നത് അവരുടെ കാതുകളിലെത്തി. റാന്തലുമായി അവർ ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയായിരുന്നു. മകന് വയ്യാത്തതാണ്, കൊണ്ടുപോകരുതേ എന്ന്. പക്ഷേ ഇരുട്ടിൽ നിന്നും ആ ഇരമ്പൽ ശബ്ദം അപ്പോഴേക്കും അകന്നുപോയിരുന്നു. ഉറ്റവർക്കും ഉടയവർക്കും ഇരുട്ടിൽ നഷ്ടമായവരെല്ലാം കൊണ്ടുവന്നത് ചിതറയിലും കിഴക്കും ഭാഗത്തും മടത്തറയിലും തമ്പടിച്ചിരുന്ന പോലീസ് ക്യാമ്പുകളിലേക്കായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഇടിവണ്ടികളിലേക്കായിരുന്നു. ഇടിവണ്ടികളിൽ അവരെല്ലാം തന്നെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി. പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത് ജീപ്പ് മറിച്ചവർ ആരൊക്കെ, ആ സമയം ജംഗ്ഷനിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെ. അതിനുവേണ്ടി ഒരു ഭീകര തേർവാഴ്ച തന്നെ പോലീസ് ചിതറയിൽ നടത്തി. കണ്ണിൽ കിട്ടിയ ആണുങ്ങളെയെല്ലാം ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ പിടിച്ചുകൊണ്ടുവന്നു തല്ലിയും ചതച്ചും ഒന്നാം പ്രതിയായി സുകുമാരപിള്ള ഉൾപ്പെടെ സംഭവം കണ്ടു മാത്രം നിന്ന വേണു വരെ പ്രതികളായി വന്ന 46 പേർ അടങ്ങുന്ന പ്രതിപ്പട്ടിക അവർ ഉണ്ടാക്കിയെടുത്തു. ആ പട്ടിക അവർ ഉണ്ടാക്കിയെടുത്തപ്പോൾ നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യർക്ക് പോലീസ് ബൂട്ടിന് മുന്നിൽ ഇഞ്ചിഞ്ചായി പിടയേണ്ടി വന്നു. മറ്റൊരു കൂട്ടം മനുഷ്യർക്ക് പ്രദേശം തന്നെ വിട്ടോടേണ്ടി പോകേണ്ടതായും വന്നു. സബ് ഇൻസ്പെക്ടർ മോഹനന്റെ പോലീസ് ബുദ്ധിയനുസരിച്ച് പിന്നോട്ട് വലിഞ്ഞാൽ നടന്ന സംഭവങ്ങൾ അതെല്ലാം പോലീസ് കാരണം സംഭവിച്ചതെന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തെത്തും. അത് പോലീസുകാരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. ആളുമാറി അറസ്റ്റ് ചെയ്യേണ്ടി വന്ന പട്ടാളക്കാരൻ സുരേന്ദ്രൻ തടിയൻ മോഹന്റെ പഴയകാല സഹപ്രവർത്തകനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് പരാജയപ്പെട്ടാൽ പട്ടാളക്കാരൻ സുരേന്ദ്രൻ തങ്ങൾക്കെതിരെ നൽകിയിരിക്കുന്ന കേസിൽ SI മോഹനന് നടപടി നേരിടേണ്ടി വരും. അതിനാൽ ഇനി ആർക്കും പിന്നോട്ടു പോകാൻ കഴിയില്ലെന്നുള്ള ബോധ്യത്തിൽ നടന്ന സംഭവങ്ങൾ അത് തടിയൻ മോഹനനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പാർട്ടിക്കാർ നടത്തിയ നാടകീയ നീക്കങ്ങൾ. ആ വിധത്തിലായിരുന്നു SI മോഹനൻ തന്റെ മേലുദ്യോഗസ്ഥരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നത്. വിഷയം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരന്റെ മുൻപിലെത്തി. പോലീസിന്റെ അഭിമാന പ്രശ്നമായി മാറ്റിയ ഈ വിഷയം അന്നത്തെ DGP ആയിരുന്ന IV ജോസഫ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ചിതറയിൽ പോലീസിന്റെയും RPFന്റെയും ഇടിവണ്ടികൾ ഇറങ്ങി. ജീപ്പ് മറിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് 46 പേരെ പ്രതി ചേർത്ത് പോലീസ് മുന്നോട്ടു നീങ്ങുകയാണെന്ന് മനസ്സിലായ അന്നത്തെ കടയ്ക്കൽ ഏരിയ കമ്മിറ്റി ശ്രീ കരകുളം ബാബുവും ചിതറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ സുകുമാരപിള്ളയും പോലീസിന്റെ പ്രതിപ്പട്ടികയിൽ തങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇനി ഉൾപ്പെടാൻ സാധ്യതയുള്ളവരും കഴിയും വേഗത്തിൽ ഒളിവിൽ പോകണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ സംഭവങ്ങൾ വീണ്ടും ഗുരുതരമാകുന്നു. പോലീസ് തടിയൻ മോഹനന് പകരം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച പട്ടാളക്കാരൻ സുരേന്ദ്രൻ പാങ്ങോട് മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും കടയ്ക്കൽ പോലീസിനെതിരെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അതിനു പ്രതികാരമായി സുരേന്ദ്രനെ കണ്ടു മടങ്ങിയ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ പോലീസ് CRPFനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പോലീസിന്റെ അടുത്ത കരുനീക്കം ഒളിവിൽ പോയ പ്രതിപ്പട്ടികയിലുള്ളവർ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അവരുമായി ബന്ധമുള്ളവരും പാർട്ടി
പാർട്ടിയുമായി ബന്ധമുള്ളവരെയും തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവരിൽ ചിലരിൽ നിന്നും ഒളിവിൽ പോയവർ ചക്കമലയിലേക്കാണ് കയറിയതെന്നായിരുന്നു പോലീസുകാർക്ക് വിവരം ലഭിച്ചത്. ചിതറ പ്രദേശത്തിന് കിഴക്ക് ഭാഗത്തെ മലനിരകളിൽ ഒന്നായ ചക്കമലയിലെ കാടുകളിലേക്ക് പോലീസിന്റെ തിരച്ചിൽ ലക്ഷ്യം കാണില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പായിരുന്നു. പിന്നെ ഉള്ള ഒരേ ഒരു വഴി മല കയറിയവരെ തിരികെ ഇറക്കണം എന്നതായിരുന്നു. അതിനൊരു വഴിയായി അവർ കണ്ടെത്തിയത് ഏതെങ്കിലും വിധത്തിൽ പ്രകോപനം ഉണ്ടാക്കി മല കയറിയവരെ തിരികെ ഇറക്കുക എന്നതായിരുന്നു. അതിനായി അവർ ലിസ്റ്റിൽപ്പെട്ടതും അല്ലാത്തവരുടേതുമായ പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ അർദ്ധരാത്രിയിൽ റെയ്ഡ് നടത്തി. അവരുടെ ഭാര്യമാരെയും കുടുംബാംഗങ്ങളെയും ഭയപ്പെടുത്തി. മല കയറിയവർ ഈ വാർത്തയറിഞ്ഞ് അവരിൽ പലരും പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ വരെ ആവേശം കാട്ടി. അതുതന്നെയായിരുന്നു പോലീസും കണക്ക് കൂട്ടിയിരുന്നത്. ആവേശത്തോടെ പോലീസിനെ നേരിടാൻ മല ഇറങ്ങുന്നവരെയും കാത്തു പോലീസ് പടയൊരുക്കം നടത്തി. സ്റ്റേഷൻ കത്തിക്കൽ പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്താൽ ഒരു കൂട്ടം ക്രിമിനലുകളായി നാളെ ഒളിവിൽ പോയവർ ചിത്രീകരിക്കപ്പെടും എന്നത് പിന്നീട് പോലീസുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പോലീസ് തന്ത്രം ഒളിവിൽ പോയവരുടെ നേതൃനിരയെ സമ്മർദ്ദത്തിലാക്കി. SI മോഹനനും പുനലൂർ DYSP വിശ്വനാഥ പിള്ള, കൊട്ടാരക്കര CI കൃഷ്ണഭദ്രൻ മൂവരും നിമിഷങ്ങളെണ്ണി കാത്തിരുന്നു. രാത്രിയിൽ പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് ശക്തമായിരുന്നു. ഇടവഴികളിൽ പോലും പോലീസുകാർ പതിയിരുന്നു. മോഹനന് അറിയാമായിരുന്നു മലയിറങ്ങുന്നവർ അക്രമകാരികളാകും. അവർക്ക് കൂടുതൽ അവസരം നൽകിയാൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി കൊടും കുറ്റവാളികളായി അവർ മാറ്റപ്പെടും. അതോടെ അവർ ഒറ്റപ്പെടും. തന്റെ ഭാഗം അതോടെ ന്യായീകരിക്കപ്പെടും. ഇതായിരുന്നു മോഹന് വേണ്ടിയിരുന്നത്. എന്നാൽ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത അവരെ തേടിയെത്തി. സഖാവ് അച്യുതാനന്ദ് ചിതറയിലെത്തുന്നു. ചിതറ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എത്തുന്നതെന്ന വാർത്ത ശരിക്കും പോലീസുകാരെ അമ്പരപ്പിച്ചു. ഒരു കൂട്ടം ക്രിമിനലുകളായി ചിതറയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ചിത്രീകരിച്ചത് വഴി പാർട്ടിയുടെ മേൽഘടകത്തെയും ചിതറയിലെ പാർട്ടി പ്രവർത്തകരെയും ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിലായിരുന്നു പോലീസ് ഇതുവരെ. എന്നാൽ പോലീസിന് അറിയാത്ത ആ കഥ ഇങ്ങനെയാണ്. പാർട്ടിയുടെ സത് ഉദ്ദേശവും എന്നാൽ പാർട്ടിയിലുള്ളവരെ ക്രിമിനലായി ചിത്രീകരിച്ചുകൊണ്ട് പാർട്ടിയിലുള്ള മേൽഘടകത്തെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയത്തിൽ ഒളിവിൽ പോയവരിൽ നേതൃസ്ഥാനത്ത് നിന്ന സുകുമാരപിള്ള, കരകുളം ബാബു, ശശി ചന്ദ്രൻ, രാജേന്ദ്രൻ, വിജയൻ തുടങ്ങിയവർ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പാർട്ടിയുടെ മേൽഘടകത്തെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. അതോടെ ചിതറയുടെ പ്രശ്നത്തിന് അവസാനമിടാൻ അയാൾ ഇറങ്ങി. സഖാവ് VS അച്യുതാനന്ദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ സംഭവത്തിലെ പോലീസിന്റെ കുബുദ്ധി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അത് ജനങ്ങളായാലും പോലീസായാലും. കുറ്റം ചെയ്തവർ എന്ന് നിങ്ങൾ പറയുന്നവർ നിയമത്തിന് മുന്നിൽ കീഴടങ്ങാം. പക്ഷേ ചിതറ സംഭവം ഇപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തണം. അപ്പോഴേ നെല്ലും പതിരും തിരികെയുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ വിധത്തിലുള്ള പ്രസംഗം പോലീസിനെ പ്രതിരോധത്തിലാഴ്ത്തി. VS പറഞ്ഞതുപോലെ ചിതറ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട കരകുളം ബാബു, സുകുമാരപിള്ള, ആപ്പിൾ ബാബു, ശശി, വിജയൻ പിള്ള തുടങ്ങിയവർ നേരിട്ട് കോടതിയിൽ കീഴടങ്ങുകയും 30 ദിവസത്തെ ജയിൽ വാസത്തിനൊടുവിൽ അവർ ജയിൽ മോചിതരാകുകയും ചെയ്തു. അതോടെ ചിതറ സംഭവത്തിന്റെ വലിപ്പവും വ്യാപ്തിയും കൂട്ടി സ്വന്തം യൂണിഫോം നിലനിർത്താൻ ശ്രമിച്ച അന്നത്തെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ SI മോഹനൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ ഒരു ട്രാൻസ്ഫർ നടപടി ഉണ്ടായി. എങ്കിലും ചിതറ സംഭവം ഇവിടെ പൂർണ്ണമാകുന്നില്ല. ആ സംഭവം ആ പ്രദേശത്തിൽ ശരിക്കും വലിയൊരു മാറ്റത്തിന് വഴി തെളിച്ചു. ചിതറയിൽ നടന്ന ഈ സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത നിരപരാധികളെ തല്ലിച്ചതച്ചത് വഴി ജനങ്ങൾ ഒറ്റക്കെട്ടായി പോലീസിനെതിരെ തിരിഞ്ഞ ഒരു സംഭവം കൂടിയായിരുന്നു ചിതറ സംഭവം. ഇത് കിഴക്കൻ പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഈ സംഭവം ഒരു നാഴികക്കല്ലായി പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ചിതറ സംഭവത്തിന് 42 വർഷങ്ങൾ പിന്നിടുമ്പോൾ കാലത്തിന്റെ കാവ്യനീതി എന്തെന്നാൽ ഇന്ന് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ SHO കസേരയിൽ ആര് ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അന്നത്തെ സംഭവത്തിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട സുകുമാരപിള്ളയും കരകുളം ബാബുവും ഒക്കെ നയിക്കുന്ന ഇന്നത്തെ ഭരണവർഗ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതാണ്.